മുസ്ലിംസ് പന്നി കഴിക്കാത്തത് റിലീജിയസ് ആയിട്ടുള്ള പ്രൊഹിബിഷനാണ്. ആരാണ് ഈ മുസ്ലിം? മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ മറ്റേ മനുഷ്യനിലൊന്നും പെടാത്ത ഏതോ ഒരു സ്പീഷീസ്, നിയാൻഡർതൽസ്. സുഹൃത്തെ, നീ ഏത് മതമാണോ അതല്ലെങ്കിൽ ഏത് ജാതിയാണോ ഏത് വർഗ്ഗമാണോ എന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു മുസ്ലിം പന്നി മാംസം കഴിക്കാൻ പറ്റുന്ന മതക്കാരോടോ ജാതിക്കാരോടോ വന്നിട്ട് പന്നി മാംസം കഴിക്കരുത് എന്ന് പറയലുണ്ടോ? ഇല്ല. മുസ്ലിമിന് നിഷിദ്ധമാണ് പന്നി മാംസം. അതുകൊണ്ട് ഒരു മുസ്ലിം പന്നി മാംസം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മറ്റൊരു മുസ്ലിമിനോടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹൈന്ദവ സുഹൃത്തിനോടോ ക്രൈസ്തവനോടോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ജാതിക്കാരോടോ വന്നിട്ട് ഒരു മുസ്ലിമും പന്നി മാംസം കഴിക്കരുത് എന്ന് പറയാറില്ല. പ്രധാനമായും അത് നിഷിദ്ധമായതിന്റെ മെയിൻ കാരണം ദൈവിക കൽപ്പനയാണ്. ഒരു മുസ്ലിം അതല്ലെങ്കിൽ ഒരു ഇസ്ലാം മത വിശ്വാസി ആരാധിക്കുന്നത് ദൈവം അള്ളാഹു എന്ന ഏക ഇലാഹിനെയാണ്. ആ ഇലാഹ് അല്ലെങ്കിൽ ആ അള്ളാഹ് പരിശുദ്ധമായ ഖുർആനിലോട് ആ മതവിശ്വാസികളോട് പറഞ്ഞത് നിങ്ങൾ പന്നി മാംസം കഴിക്കരുത് എന്നാണ്. അതുകൊണ്ട് മെയിൻ റീസൺ ദൈവിക കൽപ്പന ഉണ്ടായി എന്നതാണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്നുള്ളത് ചരിത്രപരമായിട്ട് തന്നെ രേഖപ്പെടുത്തിയ പന്നിയിൽ കാണപ്പെടുന്ന ആരോഗ്യപരമായ സാധ്യതാ കാരണങ്ങളാണ്. ഈ പന്നിയിൽ ബാക്ടീരിയകളും വൈറസുകളും പാരാസിഡുകളും കാണപ്പെട്ടതായിട്ട് ചരിത്രപരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പന്നി ശരീരങ്ങളിൽ കാണപ്പെടുന്ന ട്രൈക്കിനിസോസ് പോലെയുള്ള രോഗങ്ങൾ മനുഷ്യ ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ള ജന്തുജാലകങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ താരതമ്യേന പന്നി എന്നുള്ള മൃഗം സകല പക്ഷിയാണ്, അതായത് ഒമ്നിവറസ് ആണ്. കണ്ണിൽ കാണുന്ന മലിനമായ വസ്തുക്കളും ശുദ്ധമല്ലാത്ത വസ്തുക്കളും അത് കഴിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഒരു മാനദണ്ഡ പ്രകാരം ഇത്തരത്തിലുള്ള വസ്തുക്കൾ കൂടുതലായി കഴിക്കുന്നത് കൊണ്ട് തന്നെ അശുദ്ധിയാണ് എന്നുള്ള ഒരു തരത്തിലേക്ക് പന്നിയെ എണ്ണപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതവിശ്വാസികൾക്ക് അത് നിഷിദ്ധമാണ്. മറ്റേതെങ്കിലും മതസ്ഥരോ ജാതിക്കാരോ വർഗങ്ങളോ കഴിച്ചത് കൊണ്ട് അത് ചോദ്യം ചെയ്യാൻ ഒരു മുസ്ലിമും വരികയില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം അവർക്ക് അവരുടെ മതം എന്നാണ് പരിശുദ്ധമായ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും പരിചയപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ ഒരു ദിവസം പിന്തുടരുകയാണ്. ഒരു തോട്ടത്തിലേക്ക് അദ്ദേഹം ചെല്ലുന്നു. തോട്ടത്തിൽ ചെന്നുകൊണ്ട് അബൂ ത്വൽഹ കാണുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചാട്ടവാർ എടുത്തുകൊണ്ട് തന്റെ ശരീരത്തെ ഇങ്ങനെ ആഞ്ഞു പ്രഹരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, അന്ത അമീറുൽ മുഅ്മിനീൻ, ഉമറേ നീയാണോ അമീറുൽ മുഅ്മിനീൻ? അന്ത ഖലീഫത്തുൽ മുസ്ലിമീൻ, നീയാണോ ഉമറേ മുസ്ലിങ്ങളുടെ ഖലീഫ? ഇന്നലെ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാതെ ഉറങ്ങിപ്പോയ നീയാണോ ഉമറേ ഇത് ആളായി നടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ അടിക്കുന്നു. ഒരു തഹജ്ജുദ് നിസ്കാരം ഖളാ ആക്കിയതിന്റെ പേരിൽ. നിസ്കാരം പതിവാക്കുന്നവരാവുമ്പോ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നബിയുടെ മേൽ നിർബന്ധമായ നമുക്കെല്ലാവർക്കും ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും നൽകുന്ന, പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം റസൂലുള്ളാഹിക്കുണ്ടായിരുന്നു. അപ്രകാരം ചില സുന്നത്ത് നിസ്കാരങ്ങളും ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഈ നിസ്കാരങ്ങളുമായി മുന്നോട്ട് പോയി. നബിയിൽ വിശ്വസിച്ചവർക്ക് ഇതിന്റെ ചില ഭാഗങ്ങൾ പരിചയപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് അള്ളാഹു അവസാനം മിഅ്റാജിന്റെ രാത്രിയിൽ നിസ്കാരം നിർബന്ധമാക്കുന്നത്. ചരിത്രം എല്ലാവർക്കും അറിയുന്നതാണ്. ഹിജ്റയുടെ 1.5 വർഷം മുമ്പ് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു തന്റെ അടുക്കലേക്ക് വിളിക്കുന്നത്, അള്ളാഹു കൊണ്ടുപോകുന്നത് രാജാതിരാജന്റെ സവിധത്തിലേക്ക് തന്റെ ഹബീബിനെ ചേർത്ത് പിടിക്കുന്നതെന്നാണ്. അങ്ങനെ കൊണ്ടുപോയി റസൂലുള്ളാഹി അള്ളാഹുവിന്റെ അടുക്കലെത്തി. ബിബിസാത്തി ഖുദ്സില്ലാഹി ലമ്മാ അൻബസൽ ഹയ്യാഹു ലില്ലാഹി തഹിയ്യാത്തുൽ ഫുളൽ വമുബാറകാതു വസ്സലാത്തു കമാ നുഖിൽ ഫിസീറത്തിൽ ഹലബി ഹകാതത് മീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ റസൂൽ ചെന്നു, അസ്സലാമു അലൈക. അല്ലാഹു തആലയോട് അല്ലാഹുവിന്റെ റസൂൽ അഭിവാദ്യം ചെയ്തു. നമ്മൾ നിസ്കാരത്തിൽ പറയുന്ന അത്തഹിയ്യാത്ത് അതാണ്. അല്ലാതെ അള്ളാഹിനോട് എന്താ പറയാ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്തു പറയാനാ? സലാം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ പടച്ചോനെ നിനക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
ഏറ്റവും വലിയ വാചകത്തിലൂടെ അത് പറഞ്ഞു. നമ്മൾ ഇന്ന് അത്തഹിയ്യാത്ത് ഓതുമ്പോൾ അതാണ് മനസ്സിലേക്ക് വരേണ്ടത്. അത്തഹിയ്യാത്തുൽ മുബാറകാതു അസ്സലവാതു ത്വയ്യിബാതു ലില്ലാഹ്. എല്ലാ തിരുമുൽ കാഴ്ചകളും അല്ലാഹുവേ നിനക്കുള്ളതാണ് റബ്ബേ. അള്ളാഹു അതിന് മറുപടി പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബി. അങ്ങനെ സംഭാഷണം തുടർന്നു. അള്ളാഹുവുമായിട്ട് നേരിട്ട് കണ്ടു. അള്ളാഹു തആല അവിടെ വെച്ച് നിസ്കാരം നിർബന്ധമാക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും വഹയ് മുഖേനയാണ് അള്ളാഹു നിർബന്ധമാക്കിയതെങ്കിൽ ഇത് മാത്രം അള്ളാഹുവിലേക്ക് വിളിച്ച് ആകാശ ലോകത്ത് വെച്ച് അർശിന് മുകളിൽ വെച്ച് അള്ളാഹുവിന്റെ എവിടെയാണോ അവൻ ഉദ്ദേശിച്ചത് അവിടെ വെച്ചുകൊണ്ടാണ് അള്ളാഹു തആല ഈ നിസ്കാരം എന്ന കർമ്മം നിർബന്ധമാക്കിയത്. ആവേശത്തോടെയായിരിക്കണം നാം ഓരോരുത്തരും അത് നിർവഹിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നോക്കൂ നിങ്ങൾ, ഇതുപോലൊരു കർമ്മം, നിസ്കാരത്തിന് മുമ്പുള്ള വുളൂ പോലൊരു കർമ്മം വേറെ ഏതു മതത്തിലാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മം. അത്തുഹൂറു ശത്രുൽ ഈമാൻ. ഈമാനിന്റെ പകുതിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശുദ്ധി എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൽ വൃത്തിയുടെ വലിയ പാഠങ്ങളുണ്ട്. ഇസ്ലാം വൃത്തിക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ശാരീരികമായ ബാഹ്യമായ വൃത്തിയും ആന്തരികമായ വൃത്തിയും. വൃത്തികേടിനെ ഒരിക്കലും ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അല്ലാഹു തആല ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ പറ്റാത്തതുമുണ്ട്, കഴിക്കാവുന്നതുമുണ്ട്. അല്ലാഹു തആല ഉപയോഗിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ പറ്റാവുന്നതുമുണ്ട്, പറ്റാത്തതുമുണ്ട്. എന്തേ കാരണം? ഒന്ന് വൃത്തിയുള്ളതാണ്, മറ്റൊന്ന് വൃത്തികേടാണ്. അറുത്ത മൃഗങ്ങളെ ഭക്ഷിക്കണമെന്ന് പഠിപ്പിക്കുമ്പോ ആ അറവിലൂടെ ആ മാംസത്തിന് ലഭ്യമാകുന്നത് വൃത്തിയാണ്. അതിന്റെ രക്തത്തിലൂടെ ഒഴുകിപ്പോകുന്നത് മനുഷ്യന്റെ ശരീരത്തിന് ഹാനികരമാകുന്ന എല്ലാ വൃത്തികേടുകളുമാണ്. പന്നിയുടെ മാംസം ഭക്ഷിക്കരുത് എന്ന് പറയുമ്പോ ആ പന്നി വൃത്തികേടുള്ള മാംസങ്ങളാണ്. ആ പന്നി കഴിക്കുന്നത് ഏറ്റവും വൃത്തികേടായ മാംസങ്ങളാണ്. ആ പന്നി കഴിക്കുന്നത് ഏറ്റവും വൃത്തികെട്ട മനുഷ്യന്റെ കാഷ്ടമാണ്. വൃത്തികേട് എന്താണോ അതിനെ ഇസ്ലാം മാറ്റിവെക്കും. ഈ അടുത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സഹോദരൻ തന്റെ അനുഭവം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. കടന്നു വരാനുള്ള കാരണം പന്നി എന്ന് പറയുന്നത് പല ആളുകളുടെയും ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ ഉറക്കാമീൻ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ വരുമ്പോൾ ചിലപ്പം പെടാൻ സാധ്യതയുണ്ട്. ഇറച്ചി കൊണ്ടുവന്ന് നോക്കും, റോസ്റ്റാക്കിയിട്ട് കറിയാക്കിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. കഴിച്ചു കഴിഞ്ഞിട്ട് അന്വേഷിക്കും, ഏതാ നല്ല രസമുണ്ടല്ലോ. അപ്പോഴായിരിക്കും പറയാ സാധനത്തിന്റെ പേര്. സുഭിക്ഷാണ് അവിടെ. ഹോട്ടലുകളിലൊക്കെ പ്രത്യേകം ചില സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് എറണാകുളം ജില്ല, കോട്ടയം ജില്ല, പത്തനംതിട്ട അങ്ങോട്ട് പോയാൽ അവിടെയൊക്കെ ഹോട്ടലുകളിൽ വിളമ്പപ്പെടുന്ന ഒരു വിഭവം കൂടിയാണിത്. അങ്ങനെയുള്ള മാംസം ഈ അടുത്തൊരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞത്, ആ മാംസം എന്തിനാണ് ഇസ്ലാം നിഷിദ്ധമാക്കിയത് എന്ന കാര്യം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു. എന്തിനാണ് ഇസ്ലാം അത് നിഷിദ്ധമാക്കിയത്? നിങ്ങളുടെ അടുക്കലേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും നല്ല ആത്മാർത്ഥമായ സ്വതക്ക ആ ബക്കറ്റിൽ നിക്ഷേപിക്കുക. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിയുന്നവരൊക്കെ ഏറ്റവും വലിയ ഒരു സ്വതക്ക തന്നെ ഈ വിജ്ഞാനത്തിന്റെ സദസ്സിൽ വെച്ച് ചെയ്യണം എന്ന് ഞാൻ ഉണർത്തുകയാണ്. അങ്ങനെ ഒരു മുസ്ലിമായ സഹോദരനുമായിട്ട് ഇയാൾ തർക്കിക്കുകയാണ്. തർക്കിച്ച് ഞാൻ പറഞ്ഞു, ഇയാൾ പറയാണ്, ഞാൻ പറഞ്ഞു, എന്തിനാണ് ഇസ്ലാം പന്നിയെ ഒഴിവാക്കുന്നത്? ആ പന്നി വൃത്തികേടായ ഭാഗങ്ങളിൽ ജീവിക്കുന്ന മൃഗമാണ്. അല്ല, ഇന്ന് അറുക്കപ്പെടുന്ന പന്നികളൊക്കെ ഏറ്റവും നല്ല ഭാഗങ്ങളിൽ താമസിക്കുന്നവരാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒമാനിലെ പന്നി വളർത്തു കേന്ദ്രത്തിൽ കൊണ്ടുപോയത്ര ഈ മുസ്ലിമായ ചെറുപ്പക്കാരൻ മറ്റേയാളെ പന്നി വളർത്തുന്നിടത്ത്.
ഇയാളും അത്ഭുതപ്പെട്ടു. ശരിയാണ്, കാരണം ഒരു വൃത്തികേടുമില്ല, നല്ല വൃത്തിയുള്ള പന്നികൾ, ഒരു ദുർഗന്ധമില്ല, ഒരു അനാവശ്യമായ വാസനയില്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നതിന്റെ ഇടയിലാണ് 5-6 പന്നികളുണ്ടല്ലോ ഒരു ഫാമിൽ, ഇങ്ങനെ അതിലെ ഒരു പന്നി ഇങ്ങനെ കാഷ്ടിക്കുന്നു. പെട്ടെന്നാണത്രേ തൊട്ടടുത്ത പന്നി ഈ കാഷ്ടത്തിന്റെ ഒരംശം പോലും ഭൂമിയിലേക്ക് വീഴാതെ മുഴുവൻ അതിങ്ങനെ നക്കി 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 കഴിക്കുന്നത്. അപ്പൊ ഇയാൾ ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്? എത്ര വൃത്തിയുള്ള സ്ഥലത്താണെങ്കിലും പന്നി കഴിക്കേണ്ടതേ അത് കഴിക്കുള്ളൂ.